നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവ്. പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3913 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലെ വരെ 4000-ന് മുകളിലായിരുന്നു കേസുകൾ. നിലവിലെ രോഗികളിൽ 4284 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവരിൽ 2 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,79,384-ഉം രോഗമുക്തരുടെ എണ്ണം 6,30,816-മായി. ആകെ മരണസംഖ്യ 8,931-ആയി. ആകെ 40,008 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ 878 പേരാണ് ഗുരുതര നിലയിൽ. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. UAE-യിൽ നിന്ന് 2355 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 1729 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 5 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 4,85,322 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 8,40,739 പേർക്ക് UAE-യിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,70,172 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,239 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 63,328 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് കേസുകൾ കുത്തനെ കുറയുകയും നിയന്ത്രണങ്ങളിലെ ഇളവുകൾ പ്രാബല്യത്തിലാവുകയും ചെയ്തതിന് പിന്നാലെ ഇന്നു മുതൽ സ്കൂൾ ക്ലാസ് മുറികളും സജീവമാകുന്നു. അർദ്ധവാർഷിക അവധിക്ക് പിന്നാലെ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് ഒമിക്രോൺ കേസുകൾ ഉയർന്നു തുടങ്ങിയതോടെ ആദ്യഘട്ടത്തിൽ ഒരാഴ്ചയും പിന്നീട് ജനുവരി 27 വരെയും പൊതു സ്വകാര്യ സ്കൂളുകളിലെ ക്ലാസുകൾ ഓൺലൈനായി. ഇപ്പോൾ രോഗവ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും പഠനം ക്ലാസ് മുറികളിലേക്ക് തിരികെ എത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലാസുകൾ തുടങ്ങാൻ ഒരുങ്ങിയതായി സ്കൂൾ മേധാവികൾ പറഞ്ഞു. വാക്സിനേഷൻ എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിൽ കുട്ടികൾക്ക് മാത്രമായി പുതിയ വാക്സിനേഷൻ കേന്ദ്രം ആരംഭിച്ചു. അൽ ഇത്തിഹാദ് സെന്റർ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ആരംഭിച്ച ഇത്തിഹാദ് ഫിറോസ് ഹെൽത്ത് കെയർ സെന്ററിലാണ് പുതിയ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നതെന്ന് സേഹ അറിയിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ വാക്സിനേഷൻ സേവനം ലഭ്യമായിരിക്കും. 3 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വാക്സിൻ നൽകുക. 2 വർഷത്തിനിപ്പുറം വീണ്ടും ദുബായിലെത്തിയ മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷയർപ്പിച്ച മലയാളി പ്രവാസികൾ. കോവിഡ് മൂലം നാട്ടിലേക്ക് മടങ്ങിയ ആയിരക്കണക്കിന് മലയാളികളുടെ പുനരധിവാസം സംബന്ധിച്ച് ഇനിയും നടപടിയുണ്ടായിട്ടില്ല. അതേസമയം നിക്ഷേപക സംഗമങ്ങൾക്കുപുറം ദുബായിൽ പൊതുപരിപാടി വേണ്ടെന്ന് വെച്ചത് സാധാരണ പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. കോവിഡ് കാരണം നാട്ടിൽ മടങ്ങിയെത്തിയവരുടെ പുനരധിവാസം, നിർബന്ധിത ക്വാറന്റൈൻ ഉപേക്ഷിക്കൽ, ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പ്രവാസി ലോകത്ത് ഉയർന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗ നിലപാടിൽ പ്രവാസി ലോകത്ത് പ്രതിഷേധം ശക്തമാണ്. അംഗീകാരമില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾ ബഹ്റൈനിൽ പിടിയിലായി. 3 പേർ ചേർന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാതെ വാണിജ്യ സ്ഥാപനം നടത്തിയിരുന്നത്. വാണിജ്യ വ്യവസായ ടൂറിസം മന്ത്രാലയത്തിന്റെ പരിശോധനയാണ് നിയമലംഘനം കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഒരു സ്വദേശിയും 2 ഏഷ്യക്കാരും ചേർന്നാണ് സ്ഥാപനം നടത്തിയിരുന്നത്. ഇതിലൊരാൾ ഒളിവിലാണ്. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുകയും റീപാക്ക് ചെയ്ത് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നതായാണ് വ്യക്തമാക്കിയത്. ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ വസ്തുക്കളാണ് ഇവിടെ നിന്നും പിടികൂടിയത്. കോവിഡ് 3ാം തരംഗത്തിനിടെ രോഗം ബാധിച്ച് ഭേദമായവർ 3 മാസം കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചാൽ മതിയെന്ന് ആരോഗ്യ മന്ത്രാലയം. അതേസമയം അനിവാര്യമാണെങ്കിൽ 1 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം. കോവിഡ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും PCR റാപ്പിഡ് ആന്റിജൻ പരിശോധനകൾ വഴി സ്വീകരിക്കുകയും ചെയ്തയാൾ ലക്ഷണം പ്രകടിപ്പിച്ച നാൾ മുതൽ 3 മാസത്തിന് ശേഷം 3ാം ഡോസ് കുത്തിവെച്ചാൽ മതിയെന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം വാക്സിൻ അനിവാര്യമാണെന്ന് തോന്നുന്നവർ 1 മാസമെങ്കിലും ഇടവേള നിലനിർത്തണം. വാക്സിൻ എടുക്കലും മുമ്പ് ശരീരത്തിൽ നിന്ന് കൊറോണ വൈറസ് പൂർണ്ണമായും ഭേദമായെന്നും ഉറപ്പിക്കാനാണ് 1 മാസത്തെങ്കിലും ചുരുങ്ങിയ ഇടവേള നിർദ്ദേശിക്കുന്നത്. സൗദിയിൽ ഖരരിയിൽ പെട്രോൾ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ തിരുവനന്തപുരം നെല്ലനാട് കുറ്ററ സ്വദേശി റോസ് മന്ദിരത്തിൽ വീട്ടിൽ M ഷിഹാബുദ്ദീന് ഗുരുതരമായി പരിക്കേറ്റു. പെട്രോൾ നിറച്ച ടാങ്കറുമായി സുലയിൽ നിന്ന് നജ്റാനിലേക്ക് വരും വഴിയാണ് ഖരിയയിൽ വച്ച് അപകടമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ പോലീസും ഒഴിഞ്ഞ മരുഭൂമിയിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. പിന്നീട് മറിഞ്ഞ ടാങ്കർ ലോറി ക്രെയിൻ സഹായത്തോടെ ഉയർത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിഹാബുദ്ദീനെ നജ്റാൻ കിങ് ഖാലിദ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ടയർ പൊട്ടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.